കേന്ദ്ര സർക്കാരിന്റെ ധാതു ഇടനാഴിയിൽ കൈകോർക്കുന്നതിലൂടെ കേരളത്തിന്റെ സമ്പദ്ഘടനയിൽ ഗുണപരമായ മാറ്റമുണ്ടാകുമെന്ന വിലയിരുത്തൽ. പദ്ധതിക്കായി കേന്ദ്രം മാറ്റിവെച്ചിട്ടുള്ള തുകയുടെ വലിയൊരു ശതമാനം കേരളത്തിലേക്ക് എത്താനാണ് സാധ്യത തെളിയുന്നത്. ഇത് കേരളത്തിന്റെ സമഗ്ര സാമ്പത്തിക പുരോഗതിക്കും വഴിവെക്കും. കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച ധാതു ഇടനാഴി പദ്ധതി സാമ്പത്തിക വ്യവസായ മേഖലയിൽ വൻ കുതിച്ചുചാട്ടത്തിനാണ് വഴിയൊരുക്കിയത്. ഇതിന്റെ ചുവട് പിടിച്ചാണ് വി.ഡി. സതീശൻ സർക്കാരും ധാതു മിനറൽസ് ഇടനാഴി കേരളത്തിലേക്ക് എത്തിക്കാൻ നീക്കം തുടങ്ങുന്നത്. യുദ്ധവിമാനങ്ങൾ, റഡാറുകൾ, ലേസർ സാങ്കേതിക വിദ്യകൾ എന്നിവയുടെ നിർമ്മാണത്തിന് ആവശ്യമായ തന്ത്രപ്രധാന ധാതുക്കൾ സ്വന്തമായി സംസ്കരിച്ചെടുക്കാൻ കേരളത്തിന് കഴിയുമെന്ന് കേന്ദ്രം പഠനം പോലും നടത്തിയിരുന്നു. പ്രത്യേക പ്രാദേശിക വികസനവും തൊഴിലവസരങ്ങളും സംസ്ഥാനത്തിന് നേരിട്ട് പ്രയോജനപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയിലൂടെ സാധിക്കുന്നുണ്ടെന്ന് കൂടി മനസ്സിലാക്കിയാണ് സംസ്ഥാനത്തിന്റെ നീക്കം. കൂടാതെ ഖനനം, സംസ്കരണം, ഗവേഷണം, ഉൽപ്പന്ന നിർമ്മാണം എന്നീ മേഖലകളിലായി ലക്ഷക്കണക്കിന് നേരിട്ടുള്ളതും അല്ലാത്തതുമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. കൂടാതെ ബഹിരാകാശ ഗവേഷണം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ ആവശ്യമായ തോറിയം, സ്കാൻഡിയം തുടങ്ങിയ മൂലകങ്ങൾ കേരളത്തിന്റെ തീരപ്രദേശത്ത് സുലഭമാണെന്നതും സമ്പദ്ഘടനയിൽ ഇത് മുതൽക്കൂട്ടാകുമെന്നുമാണ് വിദഗ്ധാഭിപ്രായം. ജനം, തിരുവനന്തപുരം.